ഞാനപ്പോ കല്ലമ്പലം മാറി കല്ലുവാതിക്ക് ഇറങ്ങി ഒരു സ്ഥലം വരെ പോയതിന്റെ വീഡിയോ ആണ് കേട്ടോ. അത് എവിടെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞില്ല, ചേച്ചിയുടെ വീട്ടിൽ. അപ്പൊ നൈറ്റ് നമുക്കുള്ള ഫുഡ് ഇതാണ്: ഇടിയപ്പം ഉണ്ട്, ചിക്കൻ കറി ഉണ്ട്, പിന്നെ കുബൂസൊക്കെ അവർ എടുത്താണ് കേട്ടോ പുറത്തുനിന്ന്. ഷവായി ചിക്കൻ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് പിന്നെ ചേച്ചിയുടെ സ്പെഷ്യൽ പാൽക്കപ്പയാണ്. ബീഫും അവിടെ വെച്ചു, ചിക്കനും അവിടെ വെച്ചു. ഞങ്ങളതെല്ലാം കഴിഞ്ഞ് രാത്രിയല്ലേ എത്തിയത്. എന്തായാലും വന്ന മുറയ്ക്ക് ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചാൽ കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ. എനിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് ഈ പാൽക്കപ്പ കേട്ടോ. നല്ല രസമുണ്ട് പാൽക്കപ്പയും ചിക്കനും. അപ്പോൾ ഇവളുമാരെല്ലാം നിന്ന് കഴിക്കാനായിട്ട് ഞാനപ്പോൾ നേരെ വന്നിട്ട് കുളിയൊക്കെ പാസ്സായി തലയിൽ കെട്ടി വെച്ചതുകൊണ്ട് കുളി കഴിഞ്ഞാൽ ഞാൻ കഴിക്കാതിരിക്കുന്നത്. ഇനി എല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് കുറേ കലാപരിപാടികളുണ്ട് കേട്ടോ. അതിലേക്കുള്ള പോക്കാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മുടെ മാമയോടെ എന്തൊക്കെയോ സംസാരിച്ചോണ്ട് ഊഞ്ഞാലാടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ട്. നമ്മുടെ ഏക മാമനാണ്, നമുക്ക് എല്ലാവർക്കും കൂടി ഒരു ഒറ്റ മാമനേ ഉള്ളൂ. മാമ ഊഞ്ഞാലാടുമ്പോൾ നല്ല ഭംഗി തോന്നി, അങ്ങനെ നമ്മൾ എടുത്താണ് കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടെ അവിടെയൊക്കെ ഇരുന്ന് ഓരോന്നും അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവരും കൂടെ അവരും കൂടെ കഴിച്ചിട്ട് ഇറങ്ങിയിട്ട് നമുക്ക് പരിപാടി തുടങ്ങാം എന്നും വിചാരിച്ചിട്ടൊക്കെ ഇരിക്കാനായിട്ട് മൈക്കൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ആ കലാപരിപാടികൾ ഏകദേശം തുടങ്ങാറായി കഴിഞ്ഞു ഗായ്സ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് അപ്പം ഞങ്ങളെല്ലാം കൂടെ വെളിയിൽ ഇങ്ങനെ കാര്യം പറഞ്ഞിട്ടിരിക്കാനായിട്ടാ. അപ്പം നീതു എന്തോ അവളെന്തോ അവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞ് തമാശ ചെയ്ത് ചിരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഞാൻ എടുക്കുന്നില്ല, എൻ്റെ വീഡിയോ ഒന്നും വന്നതിൽ മുമ്പൊക്കെ ഞാൻ സ്വയം വീഡിയോ എടുത്തത്. അപ്പോൾ എൻ്റെ തുത്തുമ്പാട്ടാ എല്ലാ വീഡിയോ മിസ് ചെയ്യാതെ കാണുന്നത് എൻ്റെ ഒരേ ഒരു കൊച്ചാണത്. അപ്പോൾ ഈ വീഡിയോ മിക്കവാറും എന്തായാലും കാണാം. അപ്പോൾ നോക്കുക, നമ്മുടെ കുടുംബത്തിലെ ഇപ്പോഴത്തെ ഏറ്റവും ചെറിയ കുട്ടിയുടെ തൊട്ട് മേലത്തെ കുട്ടിയെ യൂട്യൂബ് വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇടയ്ക്ക് വെച്ച് മമ്മി മമ്മി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ അവരെ കൊണ്ട് എല്ലാ വീഡിയോ എടുപ്പിച്ചേട്ടാ. ചുമ്മാ ഇരിക്കുകയല്ലേ, വാച്ചാറും കിട്ടട്ടെ. ഞാൻ പറഞ്ഞു മക്കൾ ഇതെല്ലാം കാണണം കേട്ടോ. പക്ഷെ തുത്തുമ്പോൾ എല്ലാം നേരത്തെ കൂടി കാണും കേട്ടോ. ഇവിടെ നമുക്കങ്ങനെ കിട്ടാറില്ല. ഇപ്പം കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞു ഇതെല്ലാം കാണണമെന്ന് ഉപദേശം കൊടുത്തു വിട്ടേക്കാണ്. അപ്പോൾ എല്ലാം കാണാൻ സമ്മതിച്ച് പോയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കലാപരിപാടി തുടങ്ങി. വെട്ടമില്ല, വൈറലാവുന്ന തോടി. അവരെ കലാപരിപാടി കഴിഞ്ഞപ്പോഴത്തേക്ക് ഫുഡ് കഴിക്കുന്ന സമയമായിട്ട് നമ്മളെല്ലാം കയറി ഫുഡ് കഴിക്കാൻ കയറി. അപ്പം ഞങ്ങളൊരു ട്രിപ്പ് കഴിഞ്ഞ് അപ്പോഴത്തേക്ക് നമ്മളെ ചേട്ടന്മാരെല്ലാം ചേട്ടന്മാരും അനിയന്മാരും ഒക്കെ ആയിട്ടുള്ളവരെല്ലാം ഇരിക്കുകയാണ്. അളിയന്മാരും അനിയന്മാരും. അപ്പോൾ അവർ കഴിക്കട്ടെ, നമുക്ക് വീഡിയോ ഒക്കെ എടുത്തിട്ട് അവർക്ക് വിളമ്പി കൊടുക്കാനൊക്കെ ഒരു ആൾക്കാരുണ്ട്. പിന്നെ വീഡിയോ ഒക്കെ എടുത്തിട്ട് പിന്നെ ഐസിലൊക്കെ മുങ്ങിക്കളയാം. അങ്ങനെ രാത്രി എല്ലാ പരിപാടിയും കഴിഞ്ഞ് കിടന്ന് ഉറങ്ങി രാവിലെ ആയപ്പോൾ ഞാൻ കഴിഞ്ഞിട്ട് വരുമ്പോൾ കാണുന്ന കാഴ്ചയാണ് ജാനൂസും പിള്ളേരും കൂടി ഇരുന്ന് ഗെയിം കളിക്കുന്നുണ്ട്. പിന്നെ ഇതാ ഇവിടെ നോക്കിയിട്ട് ആരെയും കാണാനില്ല. അപ്പോൾ നിമ്മി ചെറിയ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്നെ കണ്ടു, ഞാൻ ഉറക്കം എനിക്ക് വരുന്നേ ഉള്ളൂ കേട്ടോ. 7 മണിയൊക്കെ ആയതേ ഉള്ളൂ. അപ്പോൾ നോക്കുമ്പോൾ നമ്മുടെ മുറ്റത്ത് നമ്മളെ കൊച്ചച്ഛൻ, മൂത്തച്ഛൻ, മാമൻ ഇവരെല്ലാം കൂടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നോക്കാം അടുക്കളയോട്ടൊന്നും ചെല്ലാതെ വെച്ച് ചെന്നപ്പോഴത്തേക്ക് അവിടെ ദോശയുടെ പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ ചട്ടുകങ്ങി വാങ്ങിച്ചിട്ട് ഞാൻ എൻ്റെ വീഡിയോയുടെ ഓണാക്കി വെച്ച് 2 ദോശയും ചൂടാന്ന് വിചാരിച്ചപ്പോൾ 2 ദോശ തുടങ്ങി അവസാനം ആ കലത്തിയുടെ മാവ് മൊത്തം ദോശയും എന്നെ കൊണ്ട് ചേച്ചി തുടിയിപ്പിച്ച് ഗൈസ്, നിങ്ങൾ മനസ്സിലാക്കാം. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടപ്പോൾ നമ്മളെ നിമ്മീച്ചിയുടെ ജാനകി ഇറങ്ങി വന്നു കേട്ടോ. ജാനകി ജാനകി എന്നാണോ പേര്? ആ ജാനകി ഇറങ്ങി വന്നു കേട്ടോ. അവിടെ മൊത്തം ക്ലീൻ ആക്കി തൂത്തു തുടയ്ക്കാൻ. അതിന് മനസ്സിലായി ഇതൊക്കെ ഇവിടെ നിന്ന് പോണ ലക്ഷണമില്ല, ഇത് എൻ്റെ പണി ഇരട്ടി ആവത്തേ ഉള്ളൂ. പക്ഷെ ഇത് നല്ല ഉപയോഗമുള്ള സാധനമാണ് കേട്ടോ. ഒറ്റയ്ക്ക് ഇറങ്ങി വന്നു, അതിനെന്തോ സെറ്റിങ്സ് മാറിക്കിടന്ന കാരണം അതിൻ്റെ എന്താ വീട് ഇതാണ്. ഈ വീട്ടിൽ നിന്നും അത് ഒറ്റയ്ക്ക് ഇറങ്ങി എല്ലായിടത്തും വന്ന് ഞങ്ങളെ കണ്ട് അന്തം വിട്ടിരിക്കുകയാണ്. ഞങ്ങളെല്ലാം കൂടിക്കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ കേട്ടോ. എല്ലാവരും കൂടെ ഒരു റൂമിൽ തന്നെ എവിടെയെങ്കിലും ഇരിക്കുക, തിന്നും കുടിക്കുക, കിടന്നുറങ്ങുക. അപ്പം നമ്മുടെ ചിപ്പമ്മയുടെ ട്രോഫിയാണ് ഇപ്പോഴത്തെ ഫേമസ് ഐറ്റം കേട്ടോ. അടുത്തൊരാളിപ്പോൾ ഓൺ ദ വേ ആണ്. 28 കഴിഞ്ഞില്ല അവന്. അപ്പം ഇവനാണ് ഇപ്പോഴത്തെ എല്ലാവരുടെയും എന്റർടൈൻമെന്റ്. അവൻ എടുത്തു നടക്കുക. അവൻ താറേ നിന്നിട്ടില്ല. അവൻ എത്ര കുഞ്ഞന്മാരാണെന്നറിയാമോ എടുത്തു നടക്കാൻ. കുഞ്ഞന്മാര് മുത്തമ്മമാര് എല്ലാവരും എടുത്തു നടക്കുകയാണ്. പിറ്റേ ദിവസം എന്താവുമെന്ന് അറിയാൻ വയ്യെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എപ്പോഴും ചിരിച്ചവങ്ങനെ ഇരിക്കുന്നുണ്ട്. നമ്മുടെ സ്വന്തം ചിപ്പമ്മയുടെ കുട്ടിയാണ്. ഞാനതിന് വീട്ടിൽ നേരത്തെ ഇട്ടിട്ടുണ്ട്. അപ്പം അവനെ നോക്കുമ്പോൾ നമ്മൾ ബൊമ്മയിൽ ചേർത്ത് വെച്ചിരുന്നപ്പോഴത്തേക്ക് നല്ലപോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അവൻ ഇരുന്ന് തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഇരുന്നപ്പോഴത്തേക്ക് നല്ല ഭംഗിയുണ്ട്. ഞങ്ങൾ അവിടെ എടുത്തിരുന്നത് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തതാണ് കണ്ടത്. അപ്പോഴത്തേക്ക് അടുത്ത ആൾ വരുന്നുണ്ട്. ഇതൊക്കെയാണ് അടുത്ത ജനറേഷനിലെ കുട്ടികളാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെ മാമി പോയി നല്ല വരിക്കച്ചക്ക പഴുത്ത് കിടക്കണം. നമ്മുടെ ഉച്ചയ്ക്ക് നമ്മൾ മന്തിയൊക്കെ അടിച്ചേട്ടെ. മന്തിയൊക്കെ അടിച്ച ശേഷമാണ് ഇറങ്ങിയത്. അങ്ങനെ വരിക്കച്ചക്ക അടിക്കുന്നിടയ്ക്ക് അവിടെ പൈനാപ്പിൾ ജ്യൂസ് അടിക്കാൻ കൊണ്ട് ഇവിടുത്തെ ഷെഫുകൾ അടുക്കളയിൽ കയറിയിട്ടുണ്ട്. ഇങ്ങനെ അവരുടെ നിന്ന് 2 പൈനാപ്പിൾ കഷ്ണം എടുത്ത് തിന്നിട്ട് പോയി. അടുത്ത് നിങ്ങൾ ജ്യൂസ് അടിച്ചിട്ട് വിളിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനങ്ങ് പോയി കേട്ടോ. ഞാൻ പോകുമ്പോഴത്തേക്ക് ഞാൻ പോയെന്തിനാ അടുക്കളയിൽ അവിടെ വീണ്ടും കലാപരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. സംസാരം ബഹളം കണ്ടില്ലേ, ഓരോരുത്തരും ഓരോ കഥകളൊക്കെയാണ്. അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിച്ചിട്ട് കുറേ നേരം ഈ കഥയും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു കേട്ടോ. ചോറ് കഴിച്ചില്ല, കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. നമ്മൾ മന്തി ഉച്ചയ്ക്ക് വരുത്താമെന്ന് വിചാരിച്ചിരിക്കുകയാണ്.
അങ്ങനെ ആ ഫുഡ് വന്നു, പിള്ളേർക്കെല്ലാം കൊടുത്തിട്ട് നമ്മുടെ ആനത്താവളം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, പാർക്ക്. അവിടെ പോകാൻ വേണ്ടി ഇങ്ങനെ പിള്ളേരെ ഇങ്ങനെ സംസാരിച്ച് പറഞ്ഞ് പെട്ടെന്ന് കഴിക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അച്ചാച്ചന്മാരും പിള്ളേരെയൊക്കെ ഫസ്റ്റ് ഇരുത്തി കഴിച്ച ശേഷം ഞങ്ങളും കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഇറങ്ങാനായിട്ട് എല്ലാവരും റെഡിയായി ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ നിൽക്കുന്ന കുട്ടി ടീംസ് എല്ലാവരും നമ്മുടെ ലാസ്റ്റ് ജനറേഷൻ ആണ് കേട്ടോ. അപ്പം ജനറേഷൻ വൈസ് ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഞാൻ വഴിയെ ഇടാം. ഇതാണ് ലാസ്റ്റ് നമ്മുടെ കുട്ടി ജനറേഷൻ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ചേർന്ന് ആനത്താവളത്തിൽ എത്തി. അവിടെ അടുത്ത് തന്നെയാണ്, 10 മിനിറ്റ് യാത്രയേ ഉള്ളൂ. അവിടെ എത്തി. ഞങ്ങൾ കുറച്ചുകൂടെ മുന്നേ വന്നിട്ടേ ഉള്ളൂ ഇവിടെ കേട്ടോ. അത്യാവശ്യം നല്ല ആംബിയൻസ് ആയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ആന സവാരി ഇതെല്ലാം ബാക്ക് തന്നെയൊക്കെ ഞങ്ങളിവിടെ വന്ന ആൾക്കാരാണ് കേട്ടോ. ഒരു കല്യാണത്തിനുള്ള ആളുണ്ട് ഞങ്ങളെ കുടുംബക്കാരെല്ലാവരും ചേർന്ന്, ഞങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ നല്ല സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഫസ്റ്റ് അജുവാണ് ഉദ്ഘാടനം ചെയ്യുമെന്ന് പറഞ്ഞിട്ട് നേരെ കയറി ഉദ്ഘാടനം ചെയ്തതാണ് കേട്ടോ. പിള്ളേർക്ക് കൊടുത്തു. ചെറിയ രീതിയിൽ പിള്ളേർക്ക് കളിക്കാൻ പറ്റിയ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരെയാണ് ഇപ്പോൾ എൻജോയ് ചെയ്യണം. പിള്ളേരല്ല ഇപ്പം, മുതുക്കി ടീംസാണ് ഇപ്പോഴത്തെ എൻജോയ്മെൻറ്റ്സ് അല്ല. അപ്പോൾ അമ്മയെ കയറി ഇങ്ങനെ ടാറ്റയൊക്കെ പറഞ്ഞൊക്കെ പോകുന്ന നോക്കിക്കോണം കേട്ടോ കേട്ടോ. ഇപ്പോൾ കോമഡി അല്ലേ, ഇവരൊക്കെ ഒരു സന്തോഷമല്ലേ, ഒരു രസമല്ലേ. നിമ്മിയേച്ചി ഇരിക്കുന്നുണ്ട്, നമ്മളെ നിമ്മിയേച്ചിയും അജുവാണ് ഇതിൽ ഏറ്റവും തലമൂത്ത കപ്പിൾസ് കേട്ടോ. അവരാണ് നമ്മുടെ മാതൃക കപ്പിൾസ്. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങളുടെ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് ഇതിനകത്ത് കണ്ടില്ല. ആദ്യം ഞങ്ങളുടെ ജനറേഷൻ നിന്നു. അത് കഴിഞ്ഞിട്ട് മരുമക്കൾ ജനറേഷനാണ് ഈ നിൽക്കുന്നത് കേട്ടോ. ഇതെല്ലാം നമ്മളെ മരുമക്കൾസാണ്, നമ്മളെ കുടുംബത്തിലെ പണിക്കർ ഫാമിലിയിലെ മരുമക്കൾസാണ്. അപ്പോൾ ഞങ്ങൾ മാത്രം നിന്ന വീഡിയോ കണ്ടില്ല, വീഡിയോ ആയിട്ട് എടുത്തില്ല കേട്ടോ. ഞാൻ നോക്കട്ടെ. അപ്പോൾ അത് കഴിഞ്ഞ് നേരെ നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്ത ശേഷം കപ്പിൾസായിട്ട് നിന്ന് ഫോട്ടോ എടുത്ത ശേഷം അകത്ത് അക്വേറിയത്തിൻ്റെയൊക്കെ കുറേ കാര്യങ്ങളും സീനറിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു പാമ്പ്, ഇതൊക്കെ ഏറ്റവും പേടിയുള്ള സാധനമാണ് ഈ പാമ്പ് കേട്ടോ. അതിനൊന്നും ജസ്റ്റ് ഒന്ന് എടുത്തുകൊണ്ട് പോയതേ ഉള്ളൂ. മീനുകളും കാര്യങ്ങളും അത്യാവശ്യം നല്ല സാധനങ്ങൾ, നല്ലൊരു ചെറിയൊരു കൊടുത്ത പൈസയ്ക്ക് മുതലാവുന്ന രീതിയിലുള്ള സ്ഥലമുണ്ട്. അപ്പോൾ ഇവ ആദ്യമായിട്ടാണ് വലിയ മീനെ കാണുന്നത് കേട്ടോ. ഇങ്ങനെ പോയി കാണുന്ന ആദ്യമായിട്ട്. അപ്പോൾ അത് ഭയങ്കര ക്യൂരിയോസിറ്റിയോട് നോക്കുകയാണ്, പിടിക്കാൻ നോക്കുന്നു. അവൻ ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ്. എല്ലാ പിള്ളേരായാലും ശരി, വലിയവരായാലും ശരി, ഒരു ദിവസം ഫുൾ അങ്ങ് എൻജോയ് ചെയ്യട്ടെ വിചാരിച്ചു കേട്ടോ. അപ്പം ഐ ലവ് ആനത്താവളം എന്നുള്ളൊരു സംഭവം എഴുതി വെച്ചിട്ടുണ്ട് അവിടെ. അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു സ്ലോ മോഷൻ ഫുള്ള് വീഡിയോ ഒക്കെ എടുക്കലാന്ന് വിചാരിച്ച് അങ്ങനെ പോയി എടുക്കുന്നത് കേട്ടോ. അപ്പം അതൊക്കെ എടുത്ത ശേഷം ഞങ്ങൾ നേരെ അവിടെ പോയി സ്ഥാപിതയായി. എനിക്ക് പിള്ളേരെ കയറ്റി പാർക്കിലൊക്കെ കയറ്റാൻ വേണ്ടി വലിയ തിരക്ക് കാര്യമൊന്നുമില്ല. ഒറ്റയ്ക്ക് തന്നെ കയറി കളിക്കാൻ പിള്ളേർക്ക് അത്യാവശ്യം വലിയ രീതിയിൽ നമുക്ക് പേടിക്കാണ്ട് ഓപ്പൺ ആയിട്ട് വിടാം. കാരണം അത്രയും തിരക്കും കാര്യങ്ങളും തട്ടി വീഴുമെന്നൊന്നും പേടിക്കേണ്ട. ഒറ്റയ്ക്ക് കയറി കളിക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ റൈഡുകളും കാര്യങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ അവിടെ. അത് മതി, അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഒരു ദിവസം വീക്കെൻഡ് ആകുമ്പോൾ ഒന്ന് ജസ്റ്റ് കൊണ്ടുപോയി കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ഫാമിലീസ് എല്ലാം അവിടെ നിരന്നിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ഫാമിലി എല്ലാവരും ആയിട്ടില്ല, 2-3 മിസ്സിങ് ആണ്. അവരോട് ആവുന്നെങ്കിൽ ഫുൾ ആവത്തുള്ളൂ കേട്ടോ. അത്യാവശ്യം കാര്യങ്ങളായതുകൊണ്ട് അവർ 2-3 ഫാമിലി വന്നില്ലെന്നേ. അപ്പോൾ അവിടെ 3 ആന ഉണ്ടായിരുന്നു. ഒന്ന് സവാരി നടത്താൻ വേണ്ടി എല്ലാം അങ്ങനെ നിരന്നങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ നിരന്ന് ഇരിക്കാനുള്ള സ്ഥലം കിട്ടത്തില്ല എവിടെയും ചെന്ന് കഴിഞ്ഞാൽ. പണിക്കർ ഫാമിലിക്ക് കണ്ടോ, കാരണം അത്രയ്ക്ക് ഉണ്ട്. നിങ്ങൾ ഇത്ര പേരേക്ക് എത്തിയിട്ടുള്ളൂ, 2-3 പേര് മിസ്സിങ് ആണ് കേട്ടോ. അപ്പോൾ എല്ലാ ജനറേഷനിലുള്ള ആൾക്കാരുണ്ട്. അതിൻ്റെ ഒരു ഫോട്ടോ ഞാൻ ഇടുന്നുണ്ട്. ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ അങ്ങനെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പം പിള്ളേരെല്ലാവരും കളിച്ച് വയ്യേട്ടാ, മടുത്തു തുടങ്ങി. അപ്പോൾ ഇനി അകത്തോട്ട് കുറച്ച് സ്ഥലമുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇതിനകത്ത് നമുക്കൊന്ന് ആടിക്കളയാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കയറി നാടുകയാണ് കേട്ടോ. ഞങ്ങൾ ആടിക്കൊണ്ടിരുന്ന സമയത്തിൽ അവൻ വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ കൊച്ചപ്പനല്ല, കൊച്ചു പയ്യൻ വന്ന് നോക്കി. അവൻ ഇങ്ങനെ ഇത് ആടുന്ന കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി തോന്നി. പിന്നെ അവനയുടെ വാങ്ങി വെച്ചിട്ട് ആട്ടാന്ന് വിചാരിച്ചു കേട്ടോ. അവൻ എത്തിയില്ലല്ലോ പറയും പോലെ. ഞങ്ങൾ അപ്പോൾ അത് ആശ അവിടെ നിന്ന് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ചാടി അങ്ങനെ എന്തായാലും ചേട്ടൻ കൊണ്ടുവന്ന് നമ്മുടെ വഴിയിലോട്ട് തന്നു കേട്ടോ. അങ്ങനെ നീതുവിനെ വഴിയിരുത്തി ആട്ടി. അപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ അവൻ എനിക്കൊന്ന് അവനിങ്ങനെ ജനിച്ച ശേഷം അങ്ങനെ ദൂരോട്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊന്നും കൊണ്ടുപോയില്ല തോന്നുന്നു. ഫസ്റ്റ് ടൈമാണ്, അടുത്താണ് കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ അവിടെ ഒരു പുതിയ സ്റ്റേയും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. അന്ന് നമ്മൾ വരുന്ന സമയത്ത് പണി നടക്കുന്നേ ഉള്ളായിരുന്നു. ഇപ്പോൾ അതായിട്ടുണ്ട്. പെർ ഡേ 6000 രൂപയൊക്കെ പറയുന്നുണ്ട്. സ്വിമ്മിംഗ് പൂൾ ഉൾപ്പെടെയാണ് പറയുന്നത്. കൊള്ളാൻ തോന്നുന്നു. ഞങ്ങൾ കൂടുതൽ ഡീറ്റെയിൽസ് ഇവിടെ ചോദിച്ചില്ല. പിന്നെ ഇതാ അടുത്ത സെക്ഷനിലോട്ട് പോയി. ഇവിടെയൊക്കെ വേറെ ഒന്നുമില്ല കേട്ടോ. നേരത്തെ ഉണ്ടായിരുന്ന സാധനങ്ങൾ തന്നെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ പിള്ളേർക്ക് ഒരു രസമാവട്ടെ വിചാരിച്ചിട്ട് ടിക്കറ്റ് കയറുന്നതാണ് കേട്ടോ. ഇവിടെ വലിയ പുരോഗമനം കാര്യങ്ങളൊന്നുമില്ല. അന്നുണ്ടായിരുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് എപ്പോഴും കേട്ടോ. ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇതിനെപ്പറ്റി ചെയ്തിട്ടുണ്ട്, നമ്മുടെ ആനത്താവളത്തിനെ പറ്റിയിട്ട്. പഴയ വീഡിയോ ആണ്, കുറേ നാളായി. അങ്ങനെ ഞങ്ങളുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇത് ഏത് ജീവിയാണ്? ഒട്ടക പക്ഷിയല്ലല്ലോ, എന്താണോ എന്തോ. നിങ്ങൾ അതിനകത്ത് കമൻറ്റ് ചെയ്യട്ടോ അത് ഏത് പക്ഷിയാണെന്നുള്ളത്. പിന്നെ നമ്മളങ്ങോട്ട് നടന്നങ്ങ് അറ്റത്ത് പോയി നമ്മുടെ കറക്റ്റ് ഒട്ടക പക്ഷി ഇടണമുണ്ട് അതിനെ കാണാനായിട്ട്. ഇതാണ് ഒട്ടക പക്ഷി. എനിക്ക് മറ്റൊരു ടർക്കിയാന്ന് തോന്നുന്നു കേട്ടോ. എന്തായാലും അത് എന്താണോ അതിനകത്ത് അടിയിൽ അതേ കളറായതുകൊണ്ട് അറിയാൻ പോലും പറ്റത്തില്ല കേട്ടോ. പച്ച കളറുള്ള സംഭവം കയറിയുടെ നിൽപ്പുണ്ട്. അതിന്റെ നോട്ടം കണ്ടോ, അത്ര ശരിയല്ല. ഒരു അവലക്ഷണം കേട്ടോ നോട്ടം. അതിനെ സൂം ചെയ്ത് കാണിച്ചു കേട്ടോ. അങ്ങനെ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ കാണാനായിട്ട്. വേറെ ഒന്നുമില്ല ഇവിടെ.
ഇതൊക്കെ തന്നെ ധാരാളം. എന്നാലും ഒരു ദിവസത്തെ കാര്യങ്ങൾ പോകാനായിട്ട് പിള്ളേർക്ക് ഒരു എന്റർടൈൻമെന്റ് വേണ്ടി ഇത് തന്നെയാണ് ധാരാളം കേട്ടോ. അപ്പൊ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം കേട്ടോ. ഈ നിങ്ങളുടെ എല്ലാ സജഷൻസും കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. എന്ത് ചെയ്യണം, എന്ത് ചെയ്യേണ്ട, അതൊക്കെ നിങ്ങൾ പറയണം കേട്ടോ. എല്ലാം ഞാൻ നോക്കുന്നുണ്ട്. ആനസവാരി ഉണ്ടായിരുന്നു കേട്ടോ, അതാണ് അപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്രയും